സിമി റോസ്ബെൽ ജോണിന്റെ ആരോപണത്തിൽ മറുപടിയില്ലാതെ കോൺഗ്രസ് നേതാക്കൾ ഗുരുതര വെളിപ്പെടുത്തൽ പുറത്തുവന്നതിന് പിന്നാലെ നേതൃത്വം പ്രതിസന്ധിയിലാണ്. തനിക്കെതിരെ വനിതാ നേതാവിനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത് വി.ഡി. സതീശനാണെന്ന് സിമി റോസ്ബെൽ ജോൺ പറഞ്ഞിരുന്നു. വൈകാതെ കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. അർച്ചന കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അർച്ചന. ഗുഡ് മോർണിംഗ് കാവ്യ. നമ്മൾ ഈ ആമുഖമായി പറഞ്ഞു നിർത്തിയ അവസാനത്തെ വരിയുണ്ടല്ലോ, വൈകാതെ കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകും. ഒരുപക്ഷെ ഈ നേതൃത്വത്തെ ഏറ്റവും അധികം പേടിപ്പിക്കുന്നതും പ്രതിസന്ധിയിലാക്കുന്നതും ആ ഒരു വിഷയം തന്നെയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈവനിംഗ് ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് സിമി റോസ്ബെൽ ജോൺ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. താൻ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സധൈര്യം രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വലിയൊരു വിഭാഗം സ്ത്രീകൾ, പ്രാദേശിക നേതാക്കളും മുതിർന്ന നേതാക്കളും അടക്കമുള്ളവർ തന്നെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, അവർ കൂടുതൽ പിന്തുണ അറിയിക്കുന്നുണ്ട് എന്നത്. ഒരുപക്ഷെ അതടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ ഇനി കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണോ സിമി റോസ്ബെൽ ജോൺ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അർച്ചന? ഒപ്പം തന്നെ വി.ഡി. സതീശൻ ഇതിന് മറുപടി പറയേണ്ടത് കെ.പി.സി.സി നേതൃത്വമാണ്, പ്രസിഡന്റാണ് എന്ന് പറയുന്നു. കെ. സുധാകരൻ അത് വി.ഡി. സതീശനോട് ചോദിക്കൂ എന്ന് പറയുന്നു. ഇങ്ങനെ പന്ത് തട്ടിക്കൊടുത്തുകൊണ്ടല്ലാതെ ഒരു കൃത്യമായ മറുപടിയിലേക്ക് ഇവർ എന്തെങ്കിലും എത്തുമോ? കാവ്യ, തീർച്ചയായും കോൺഗ്രസിലെ മുതിർന്ന വനിതാ നേതാവായ സിമി റോസ്ബെൽ ജോൺ ഉന്നയിച്ച ആരോപണത്തിൽ ഇതുവരെ മറുപടി പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത് വലിയ രീതിയിൽ പാർട്ടി പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത്രയും ഗുരുതരമായ ആരോപണങ്ങളാണ് സിമി റോസ്ബെൽ ജോൺ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇവർ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച്, അതായത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരന് പരാതി നൽകിയത്, അതായത് 2 മാസം മുൻപ് പരാതി നൽകിയിരുന്നു. എന്നാൽ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പ്രധാനമായും ഇവരോട് പറഞ്ഞത് വി.ഡി. സതീശനെ മറികടന്ന് തനിക്കൊരു തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നാണ്. അത്തരത്തിൽ പാർട്ടിക്കകത്ത് തന്നെ ഇത്തരം വിഷയങ്ങൾ ഉള്ളതിനാൽ തന്നെ ഇത് വലിയ രീതിയിൽ ഗൗരവമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത്. മാത്രമല്ല, തനിക്ക് മാത്രമല്ല പാർട്ടിക്ക് അകത്തുള്ള നിരവധി കോൺഗ്രസ് വനിതാ നേതാക്കൾക്കും ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും സിമി റോസ്ബെൽ ജോൺ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രധാനമായും അവർ ആരോപിക്കുന്നത് ഇത്തരത്തിൽ സ്ത്രീ വിഷയങ്ങളിൽ, അതായത് വനിതാ നേതാക്കൾ നേരിടുന്ന ചൂഷണങ്ങളിലടക്കം ഈ കോൺഗ്രസ് നേതാക്കൾക്ക് പരാതി നൽകിയിട്ടും അതിൽ യാതൊരു നടപടിയും തങ്ങൾക്ക് നീതി കിട്ടുന്നില്ല അടക്കമുള്ള കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ പ്രധാനമായും സിമി നേരത്തെ പറഞ്ഞിരുന്നത് വി.ഡി. സതീശൻ അടക്കമുള്ള ഒരു പവർ ഗ്രൂപ്പാണ് കോൺഗ്രസ് നേതൃത്വത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വനിതാ നേതാക്കൾക്കെല്ലാം തന്നെ അവസരങ്ങൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ തന്നെയാണ് സിമിയും നേരിട്ടത്. എന്നാൽ ഇതിൽ യാതൊരു മറുപടിയും പറയാൻ ഇത്തരത്തിൽ നേതൃത്വം തയ്യാറായിട്ടില്ല. നേരത്തെ നമ്മൾ കെ. സുധാകരനുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട്, ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമെന്നായിരുന്നു. എന്നാൽ പിന്നീട് അത് മലക്കം അറിയുകയും ഇതിൽ സിമി റോസ്ബെൽ ജോണിനെതിരെ അന്വേഷണം നടത്തുമെന്ന് തരത്തിലേക്ക് തിരുത്തുകയുമായിരുന്നു. തുടർന്ന് വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിൽ തീരുമാനമെടുക്കുന്നത് കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനാണ്, തനിക്ക് ഇതിലൊരു റോളുമില്ല. മാത്രമല്ല, ഈ ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് വി.ഡി. സതീശൻ പ്രതികരിച്ചത്. എന്തായാലും നേതൃത്വത്തെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുകയാണ്. മാത്രമല്ല, ഇത്രയും ഗൗരവമായ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടും എന്തുകൊണ്ട് കൃത്യമായൊരു നിലപാട് പറയാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല? മാത്രമല്ല, ഇവർ പുറത്താക്കിയത് കൊണ്ട് ഇത് പൂർണ്ണമായും അവസാനിച്ചു എന്ന് കരുതാനും കഴിയില്ല. കാരണം അത്രയും ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ഇവരെ മാത്രം ബാധിക്കുന്നതല്ല, മറ്റ് സ്ത്രീകളെയും, അതായത് കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള മറ്റ് സ്ത്രീകളെയും ബാധിക്കുന്ന വിഷയമാണെന്ന് ഇവർ നേരത്തെയും പറഞ്ഞത്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്ന ഒരു കാര്യം കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേതൃത്വത്തെ ഇത് വലിയ രീതിയിൽ ഭയപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഈ സ്ത്രീകളെല്ലാം തന്നെ മുന്നോട്ട് വരുന്നത് നേതൃത്വത്തെ ഭയന്നാണെന്നും ഇത്തരത്തിൽ വനിതാ നേതാവ് നമ്മളോട് വെളിപ്പെടുത്തുകയുണ്ടായി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ അടക്കമുള്ള ആളുകൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും സിമി റോസ്ബെൽ ജോൺ ഉന്നയിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ നിന്നും കായവണ്ടിയിൽ 40 കോടിയിലധികം രൂപ കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇത് എവിടെയെന്നാണ് ഇവർ പ്രധാനമായും ചോദിക്കുന്നത്. ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇതിലൊന്നും തന്നെ വി.ഡി. സതീശനോ മറ്റ് നേതാക്കൾക്കോ ഒന്നും മറുപടിയില്ല. മാത്രമല്ല, തനിക്ക് അവസരം നിഷേധിച്ച നിരവധി നേതാക്കൾ കോൺഗ്രസിനകത്തുണ്ട്. ഇവർ തനിക്കെതിരാണെന്നും ഇത്തരത്തിൽ സ്ത്രീകളെ ഒതുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നുണ്ടെന്നുമുള്ള ആരോപണമാണ് ഇവർ ഉന്നയിച്ചത്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരുപാട് പേർ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പിന്തുണ നൽകി രംഗത്തെത്തുന്നുണ്ട്. അതിൽ സ്ത്രീകളുമുണ്ട്, മുതിർന്ന നേതാക്കൾ അടക്കമുണ്ട്. എന്നാൽ ഇവരെല്ലാം തന്നെ മുൻനിരയിലേക്ക് എത്താൻ ഭയപ്പെടുകയാണ്. ഇത്തരത്തിൽ പരാതികൾ പലർക്കുമുണ്ട്. പല സ്ത്രീകൾക്കും ഇത്തരത്തിൽ അവസരങ്ങൾ നിഷേധിക്കുന്നതും ഈ പവർ ഗ്രൂപ്പിൻ്റെ അടക്കം വിഷയങ്ങൾ നേരിട്ട ആളുകളുണ്ട്. ഇവരെല്ലാം തന്നെ ഇത്
പുറത്തേക്ക് പറയാൻ ഭയപ്പെടുകയാണെന്നാണ് ഇവർ പ്രധാനമായും പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ പവർ ഗ്രൂപ്പ് തന്നെയാണെന്നും യുവതി, അതായത് വനിതാ നേതാവ് പറയുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ്. കാസ്റ്റിംഗ് കൗച്ച്, സിനിമയിലെ ഇതിന് സമാനമായ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ടെന്നും നേരത്തെ തന്നെ സിബി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിൽ ഒന്നും തന്നെ യാതൊരു നടപടിയും മുന്നോട്ടേക്ക് കണ്ടിട്ടില്ല. മാത്രമല്ല, സ്ത്രീപക്ഷ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ഈ പരാതിയിൽ ഉന്നയിക്കപ്പെട്ട ആളുകൾക്കെല്ലാം തന്നെ എതിരെ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോഴും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ പറയുന്നത് സർക്കാർ എന്താണ് ഈ സ്ത്രീപക്ഷ നിലപാടുമായി മുന്നോട്ട് എടുത്തിട്ടുള്ളതെന്നാണ്. എന്നാൽ ഇത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ടും ഇവർ യാതൊരു തരത്തിലുള്ള നിലപാടും വ്യക്തമാക്കിയിട്ടില്ല എന്നതൊരു വ്യക്തമായ സൂചന നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അടക്കമുള്ളവർ ഒരുപക്ഷെ പൊതുസമൂഹം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും അത് തന്നെയാണ്. ഇത് ആദ്യമായൊന്നും അല്ലല്ലോ കോൺഗ്രസിൽ ഇങ്ങനത്തെ ഒരു വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് വലിയ തോതിലുള്ള വിവേചനം കാണിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട പരാതി ഉയരുന്നത്. അത് പല മേഖലകളിൽ ഇപ്പോൾ സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് ഏറ്റവും കൃത്യമായി എന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ പരിഹസിച്ചൊതുക്കാൻ ശ്രമിക്കുമ്പോൾ ആ സ്ഥാനമാനങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള അർഹത തങ്ങൾക്കുണ്ട് എന്ന മറുപടി പറഞ്ഞുകൊണ്ടാണ് സിമി റോസ്ബെൽ ജോൺ അടക്കമുള്ളവർ നേതൃത്വത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ശ്രീമതി റോസക്കുട്ടിയുടെ അനുഭവമാണെങ്കിലും ലതിക സുഭാഷ് കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോകുന്ന അനുഭവമാണെങ്കിലും പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടുപോയപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഷാഹിദ കമാൽ അടക്കമുള്ളവരുടെ വിഷയങ്ങളാണെങ്കിലും കോൺഗ്രസ് പാർട്ടി ഈ നിലയ്ക്ക് തന്നെയാണ് ഇതെല്ലായ്പ്പോഴും പരിഗണിച്ചിട്ടുള്ളത്. പക്ഷേ ഇനി ഈ നിലയ്ക്കാവരുത്, ഇനി ഒരു സ്ത്രീ അനുഭവിക്കുന്ന വിഷയങ്ങൾ പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിന് കോൺഗ്രസ് പാർട്ടിക്കൊപ്പം നിലകൊള്ളുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അനുഭവം എന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണോ സിമി റോസ്ബെൽ ജോൺ? അതായത് വരുന്ന ദിവസങ്ങളിൽ നിയമപരമായ നടപടിക്രമങ്ങൾ അടക്കമുള്ളവയുടെ സഹായത്തോടുകൂടി മുന്നോട്ട് പോകും എന്ന ഒരു വെളിപ്പെടുത്തൽ സിമിയുടെ ഭാഗത്തു നിന്നുണ്ടോ? തീർച്ചയായും കാവ്യ, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സിമി റോസ്ബെൽ ജോണിന്റെ പ്രതികരണം. കാരണം ഇവർ പ്രധാനമായും പറയുന്നത് തനിക്കെതിരെ ഇത്തരത്തിലൊരു പരാതി കൊടുക്കാനും തന്നെ പുറത്താക്കാനും മുന്നിൽ നിന്നത് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കളാണ്. മഹിളാ കോൺഗ്രസിനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത് വി ഡി സതീശൻ അടക്കമുള്ള കാര്യങ്ങൾ ഇവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ടുള്ള നടപടികളിലേക്ക് ഇവർ കടക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത്തരം സ്ത്രീകൾ, അതായത് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ ഒരുപാട് സ്ത്രീകൾ ഇത്തരം കോൺഗ്രസിനകത്ത് ഇത്തരം വിഷയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. പക്ഷെങ്കിൽ ഇതിനകത്തുള്ള സ്ത്രീകളും ഇത്തരത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഇത്തരത്തിൽ ചൂഷണങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് സിമി നേരത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സിമി റോസ്ബെലിൻ്റെ തീരുമാനം. കാരണം പ്രധാനമായും ഇവർ വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് പ്രവർത്തിക്കുന്നതാണ്. അതായത് 30 വർഷത്തിന് മേലെയായി കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വനിതാ നേതാവാണ്, മുതിർന്ന വനിതാ നേതാവാണ്. ആ വനിതാ നേതാവിന് ഇത്തരത്തിലൊരു ചൂഷണം നേരിട്ടിട്ടുണ്ടെങ്കിൽ, നീതി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇനി വരുന്ന സ്ത്രീകൾക്ക് ഇത്തരത്തിൽ നീതി നിഷേധിക്കരുതെന്ന് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ തനിക്ക് നേരിട്ട അനുഭവം മറ്റൊരാൾക്ക് നേരിടാൻ കഴിയാത്ത രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ തന്നെയാണ്, അതൊക്കെ ആ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സിമി റോസ്ബെൽ ജോണിന്റെ നിലപാട്. കാവ്യ. ശരി അർച്ചന, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിവരങ്ങളാണ്. പ്രത്യേകിച്ച് കൂടുതൽ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ഡെവലപ്മെന്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഈ കോൺഗ്രസ് നേതാക്കളുടെയൊക്കെയും പ്രതികരണമാണ്. ഈ പ്രതികരണം പല ഘട്ടങ്ങളിലും ചോദിക്കാൻ ശ്രമിക്കുമ്പോൾ പൂർണ്ണമായും ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ്. ഒരുപക്ഷെ വി ഡി സതീശനെ ഒന്നും ഇങ്ങനെ കണ്ടിട്ടേയില്ല, അല്ലെങ്കിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറാൻ തക്ക അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള വിഷയങ്ങളൊന്നും ഇല്ല എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. പക്ഷേ പ്രതികരണം ഭയന്നിട്ടാണ് സ്വയം ഇതിൽ നിന്നൊക്കെയും ഒളിച്ചോടുന്നത് എന്ന ഒരു നിഗമനമാണ് അല്ലെങ്കിൽ ഒരു വിലയിരുത്തലാണ് പൊതുസമൂഹത്തിന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ അങ്ങയുടെ ഈ പ്രവൃത്തിയിൽ നിന്നൊക്കെ. കാരണം ഏറ്റവും വലിയ ഗുരുതരമായ 30 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പടക്കമുള്ള ആരോപണം ഇപ്പോൾ താങ്കൾക്ക് നേരെ ഉയർന്നു നിൽക്കുന്നു എന്ന അത് ഉന്നയിച്ചിരിക്കുന്നത് എത്രയോ പതിറ്റാണ്ടുകളായി ഒരുപക്ഷെ താങ്കൾക്ക് മുന്നേ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചു പരിചയമുള്ള സിമി റോസ്ബെൽ ജോണിനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവാണ്, ഒരു വനിതയാണ്, ഒരു പൊതുപ്രവർത്തകയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്.